ഡിയേഴ്സ്, ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ലെയർ ഇൻവിസിബിൾ നെക്ലസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ടൂൾസ് വീണ്ടും പറയണ്ടല്ലോ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഏകദേശം പിടികിട്ടി കാണുമല്ലോ ഒരുവിധമൊക്കെ ടൂൾസൊക്കെ. പിന്നെ സ്പേസർ ബീഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പ്ലേറ്റഡ് ആണ്. ഇതുപോലെ സ്ട്രിങ്ങിൽ വരുന്നത് പെട്ടെന്ന് നിറം പോകില്ല. മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഇത്. നിങ്ങൾ ലൂസ് വാങ്ങുന്നതിനെക്കാട്ടി ഇതുപോലെ സ്ട്രിങ്ങിൽ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഇവിടെ 2 പെൻഡൻറ്റ് എടുത്തിട്ടുണ്ട്. പെൻഡൻ്റ് ഒന്നും പെട്ടെന്ന് നിറം പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് ഹുക്ക്, ഫിഷ് ലോക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു ഡബിൾ ലെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയിനായിട്ടുള്ള ബാക്ക് ഹുക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പേളിൻ്റെ ബീഡ്സ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ ലോക്കിംഗ് ബീഡ്സും നമുക്ക് ഈ ഒരു നെക്ലസ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. 2 ലെയർ ആയതുകൊണ്ട് ആദ്യത്തെ ലെയർ നല്ല ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. 19.5, അതായത് 19.5 ഇഞ്ചിലാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ ലെയർ ഒന്ന് കട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ലെയർ ഉണ്ട്. ആ ചെറിയ ലെയർ നമ്മൾ കട്ട് ചെയ്യുന്നത് 8.25 ഇഞ്ചിലാണ് കേട്ടോ. എപ്പോഴും സെൻറ്റിമീറ്ററിലല്ല, ഇഞ്ചിലാണ് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. 8.25 ഇഞ്ചിലാണ് നമ്മുടെ ചെറിയ ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഈ ചെറിയ ലെയറിൽ ചെറിയ പെൻഡൻ്റ് ആണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ പെൻഡൻറ്റ് നമുക്ക് സെൻറ്ററിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 അറ്റത്തും ഇതുപോലെ സ്പേസർ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ 2 അറ്റത്തും നമുക്ക് ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് പെൻഡൻറ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇൻവിസിബിൾ നെക്ലസ് പഠിച്ചില്ല, ആ ഒരു പാറ്റേണിലാട്ടോ ഇത് ചെയ്യുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിനായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഫസ്റ്റ് ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കതവിടെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇടുന്നത് സ്പേസർ ബീഡ് ഒരെണ്ണം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പേൾ ബീഡ് ഒന്ന് ഇട്ട് കൊടുക്കും. വീണ്ടും സ്പേസർ ബീഡ് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഈ കാണുന്ന പോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മുടെ വലിയ ലെയറിൽ ഇതുപോലെ വലിയ പെൻഡൻറ്റ് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് 2 സൈഡിലും ബീഡ്സ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ 2 സെറ്റാണ് ബീഡ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 2 ലെയറും, ചെറിയ ലെയറും വലിയ ലെയറും നമ്മൾക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വലിയ നമ്മുടെ ചെയിനിലേക്ക് അല്ലെങ്കിൽ വലിയ ലെയറിലേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം ആ ഒരു വലിയ ലെയറിൽ മാത്രം നമ്മൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പാണ് നമുക്ക് വലിയ ലെയറിൽ വേണ്ടത്. ചെറിയ ലെയർ എടുത്തതിന് ശേഷം, നമ്മുടെ സെക്കൻഡ് ലെയർ ചെറിയ ലെയർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടത്തി കൊടുക്കും. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പാണ്. നമ്മുടെ ഈ ഒരു നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയ ലെയറിൻ്റെ ബീഡ്സ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പെൻഡൻ്റ് എല്ലാം കറക്റ്റായിട്ട് ഒരേ പൊസിഷനിലാണോ വരുന്നതെന്ന് നോക്കുക. പെൻഡൻറ്റ് മറിഞ്ഞു പോകരുത് നോക്കുക. അപ്പം ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന വലിയ ലെയറിൻ്റെ 2 ബീഡ്സിൻ്റെ കറക്റ്റ് സെൻറ്ററിലോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലോ വേണം മുകളിലത്തെ ആ ഒരു ബീഡ്സ് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ലെയറിൽ മാത്രം നമ്മൾ 1 ഇഞ്ച് സെറ്റ് ചെയ്താൽ മതി. വലിയ ലെയറിൽ മാത്രം 1 ഇഞ്ച് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചെറിയ ലെയറിൽ 1 ഇഞ്ച് വേണമെന്നില്ല കേട്ടോ. എന്നാൽ നമുക്ക് 1 ഇഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബീഡ്സ് ഈ ഒരു പൊസിഷനിലായിരിക്കില്ല വരുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പെൻഡൻ്റൊക്കെ കറക്റ്റ് പൊസിഷനിലാണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും എല്ലാം സെയിം ആണോ, ഒരേ പൊസിഷനിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം അവിടെയും 1 ഇഞ്ച് ഗ്യാപ്പിൽ, എപ്പോഴും പറയുന്നത് വലിയ ലെയറിലാണ് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെയും നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയും നമ്മുടെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നെക്ലേസിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടും. ഇനി നമുക്ക് ആ ലോക്ക് ചെയ്ത സൈഡിൽ ഇത് ഈ കാണുന്ന പോലെ കുറച്ച് ത്രെഡ് ഇങ്ങനെ നീക്കുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? അത് കട്ട് ചെയ്ത് കളയണ്ട. നമുക്ക് അതിൻ്റെ കൂടെ തന്നെയാണ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ സ്പേസർ ബീഡ്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ആ ഒരു ലെയറില്ലേ, അതിൻ്റെ ആ ഒരു ത്രെഡ് നമുക്ക് ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി കൊടുക്കണം. അതിനുശേഷം വീണ്ടും പേൾ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു സ്പേസർ ബീഡ്സും ഇട്ട് കൊടുത്ത് ഗിയർ ലോക്കിംഗ് കൂടി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ എക്സസ് നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം. എക്സസ് ആ രണ്ടാമത്തെ ലെയറിൻ്റെ ആ ചെറിയൊരു പീസ് മുകളിലേക്ക് പൊങ്ങി നിൽക്കും, അത് കട്ട് ചെയ്ത് കളയാം. ഇനി അത് ഇല്ലെങ്കിൽ നമുക്ക് ആ ഗിയർ ലോക്കിംഗ് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ശകലം രണ്ടാമത്തെ സൈഡ് നമ്മൾ ലോക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ശകലം ബാക്കി നിൽപ്പുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡബിൾ ലെയർ നെക്ലസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു ലോക്കും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ഇത്
ടൈറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ലെയർ ഇൻവിസിബിൾ നെക്ലസ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ വെയർ ചെയ്ത് തന്നെ അല്ലെങ്കിൽ മാല ഇട്ടിട്ട് തന്നെ ഫോട്ടോസ് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ മാല എത്രത്തോളം നമ്മുടെ വർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ചുമ്മാ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ മാലയുടെ ഭംഗിയും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വെയർ ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് 2 ദിവസം സമയമേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.